ഇന്നത്തെ ദേശാഭിമാനിയിലെ ഒരു വാർത്തയാണ്, ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. ഞെട്ടാൻ തയ്യാറായിക്കൊള്ളാം. ഇസ്രായേൽ കടന്നാക്രമണം അവസാനിപ്പിക്കണം CPIM. ഗാസയിലെ ഇസ്രായേൽ കടന്നാക്രമണം എത്രയും വേഗം അവസാനിപ്പിച്ച് വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. നിസ്സാരക്കാരല്ല, പോളിറ്റ് ബ്യൂറോയാണ്. കഴിഞ്ഞു, ഇസ്രായേലിൻ്റെ കഥ കഴിഞ്ഞു. ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുന്നതിൽ PB കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. വെറും ആശങ്കയല്ല, കടുപ്പപ്പെട്ടതാണ്. ഏപ്രിലിൽ മാത്രം ഇസ്രായേലിൻ്റെ കരവ്യോമ ആക്രമണങ്ങളിൽ 2037 പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു. MA ദേവി പോയി ചുണ്ണാമ്പ് തൊട്ട് ശവശരീരങ്ങൾ എണ്ണി 2037 കൃത്യ എണ്ണം നമുക്ക് തന്നിരിക്കുക. ഇത് ഹമാസിൻ്റെയിലും ഉണ്ടാവില്ല, ഇസ്രായേലിൻ്റെയിലും ഇത്ര കൃത്യമായ കണക്കുണ്ടാവില്ല. 2023 ഒക്ടോബർ 7 മുതൽ മൊത്തം 53,384 പാലസ്തീൻകാർ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. ഇതിലെ 94% സാധാരണക്കാരാണ്. അവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് അവിടുത്തെ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് പരിശോധിച്ച് നോക്കിയിട്ടാണ് പോളിറ്റ് ബ്യൂറോ ഇത് പറയുന്നത്. 94%, 95 ആക്കരുത്. അതിൽ 51% കുട്ടികളും 16% സ്ത്രീകളും 8% മുതിർന്നവരുമാണ്. ഗർഭിണികളുടെ കണക്കില്ല. സാധാരണ പാലസ്തീനിൽ ഈ പെർപെച്വൽ ഗർഭിണിയാണ്. എപ്പോൾ നോക്കിയാലും ആ സ്ത്രീ ഗർഭിണിയാണ്. ഈ ഇഷ്യൂ തുടങ്ങിയ കാലം മുതൽ ഈ സ്ത്രീക്ക് ഗർഭമുണ്ട്, ഇവർ പ്രസവിക്കുന്നില്ല. ഇങ്ങനെ ഗർഭിണികൾ പാലസ്തീനിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ എണ്ണം കൊടുത്തിട്ടില്ല. അതിൽ 81% കുട്ടികൾ, 16% സ്ത്രീകൾ, 8% മുതിർന്നവർ. അപ്പോൾ ഈ സ്ത്രീകളാരും മുതിർന്നവരല്ലേ? ഏതായാലും പോളിറ്റ് ബ്യൂറോയാണ്, അങ്ങോട്ട് ഒന്നും ചോദിക്കാൻ പാടില്ല. ദീർഘകാല ആവശ്യത്തെ ശക്തമായി പിന്തുണയ്ക്കുന്നതിനൊപ്പം പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു BB പ്രസ്താവനയിൽ പറഞ്ഞു. എന്തുവായിക്കോട്ടെ, PBയുടെ തീട്ടൂരം വന്ന സ്ഥിതിക്ക് ഇനി ഇസ്രായേൽ കുറേ വിഷമിക്കും.